മെറി ബോയ് ഐസ്ക്രീമിൻ്റെ കഥ ഒരു കുടുംബത്തിൻ്റെ വളർച്ചയെയും ഒടുവിൽ രണ്ട് പുതിയ എതിരാളി ബ്രാൻഡുകൾക്ക് ജന്മം നൽകിയ നാടകീയമായ പിളർപ്പിൻ്റെയും കഥയാണ്. 1990-ൽ 5 അടുത്ത കുടുംബങ്ങൾ ചേർന്ന് കസിൻ ഗ്രൂപ്പ് എന്ന പേരിൽ പെരുമ്പാവൂരിൽ ഒരു ബിസിനസ് തുടക്കമിട്ടു. പുതിയതും ഗുണമേന്മയുള്ളതുമായ ചേരുവകൾ ഉപയോഗിച്ചതിനാൽ മെറി ബോയ് പെട്ടെന്ന് കേരളത്തിലെ പ്രധാന ബ്രാൻഡായി വളർന്നു. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. 2013-ൽ നടി മഞ്ജു വാര്യരെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചു. 2022-ൽ സ്ഥാപകരിൽ ഒരാളായ ജോസഫ് മേഴ്സിലി കടമ്പൂക്കട്ടിൽ കസിൻ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ് തൻ്റെ മദ്യനാമത്തിൽ മേഴ്സിലൈസ് എന്ന പുതിയ ബ്രാൻഡ് പുറത്തിറക്കി. നടൻ ദുൽഖർ സൽമാൻ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചു. ഇതിനു മറുപടിയായി കസിൻ ഗ്രൂപ്പിലെ മറ്റ് 4 സ്ഥാപകർ ചേർന്ന് മെറി ക്രീം എന്ന പുതിയ ബ്രാൻഡ് പുറത്തിറക്കി. നടന്മാരായ ഫഹദ് ഫാസിലിനെയും നസ്രിയ നസീമിനെയും ബ്രാൻഡ് അംബാസഡറാക്കി. മെറി ക്രീം എന്ന പേര് മെറി ബോയുമായി സാമ്യമുള്ളതിനാൽ മെറി ക്രീം വിതരണം ചെയ്യുന്നത് കോടതി വിലക്കി. മെറി ക്രീമിൻ്റെ പേര് കാമറി എന്ന് മാറ്റുകയും പുതിയ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു.